പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഈ വചന ശുശ്രൂഷകൾ വഴി എന്ത് അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിലൊന്ന് മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പല ആളുകൾക്കും ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ച് തിരിച്ചറിവില്ല. അതുകൊണ്ട് നിരവധി വ്യക്തികൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: ആ സമയത്തും കൂടെ കച്ചവടം ചെയ്താൽ അതിൻ്റെ ഉയർച്ച കുടുംബത്തിലുണ്ടാവും, ആ സമയം കൂടെ മീൻ പിടിച്ചാൽ ഈ രാത്രിക്ക് മീൻ പിടിക്കാൻ പറ്റുമെന്നറിയില്ല, അല്ലെങ്കിൽ വളവും വലയും കഴുകിക്കൊണ്ടിരുന്നാൽ അതിൽ എന്തെങ്കിലും ഗുണം 5 പൈസയുടെ ഉപകാരം കുടുംബത്തിലേക്ക് ഉണ്ടാവും. വെറുതെ ഇങ്ങനെ കൺവെൻഷൻ കൂടി നടന്നിട്ട് എന്ത് കാര്യം എന്ന് പല ആളുകളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു എതിർചിന്തയുണ്ട്. കുട്ടികളും യുവതീവാക്കന്മാരും കുടുംബങ്ങളും കുടുംബനാഥന്മാരും കുടുംബനാഥകളെല്ലാം ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദൈവവചന ശുശ്രൂഷയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും നേരത്തെ തന്നെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നിരുന്ന് വചനം കേൾക്കുന്നതിൻ്റെ വിലയെക്കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് കത്തോലിക്ക വചന ശുശ്രൂഷകളിൽ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഇഷ്ടമുള്ളപ്പോൾ വരിക, ഇഷ്ടമുള്ളവർ വരിക, ഇഷ്ടമുള്ളതുപോലെ പെരുമാറുക, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. നിങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകളോളം ഈ കടൽ തീരത്ത് ഒന്നുമില്ലാതെ ചൊറ്റപ്പരയായിട്ട് കിടക്കേണ്ടി വരും. വേറെ അധികം പാപമൊന്നും ചെയ്യണ്ട. ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ വരിക, ഇഷ്ടമുള്ള പോലെ ഇരിക്കുക, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് പോവുക, ഇഷ്ടമുള്ള പോലെ കേൾക്കുക. ആ ഒരൊറ്റ കാര്യം. കാത്തലിക്കായിട്ടുള്ള പല വിശ്വാസികൾക്കും അവരും അവരുടെ കുടുംബാംഗങ്ങളും ദൈവവചനത്തോട് ചെയ്യുന്ന പാപത്തെക്കുറിച്ച് അറിവില്ല. അവരുടെ കുട്ടികളെ അതുകൊണ്ട് പരിശീലിപ്പിക്കുന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ഇന്ന് രാത്രി നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവവചനത്തെക്കുറിച്ച് എനിക്ക് ആദ്യം ബോധ്യം കിട്ടിയൊരു സംഭവം നിങ്ങളോട് പറയാം. അത് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 1ഉം 2ഉം തിരുലിഖിതങ്ങൾ വായിച്ചപ്പോഴാണ്. അച്ഛൻ ഒരു ദിവസം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ എന്നെ വായിക്കുകയാണ്. അതിലെഴുതിയിരിക്കുന്നത് എന്നെ അതിശയിപ്പിച്ച്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കാൻ സാധിക്കുന്നവർ അതിരം തുറന്നുറക്കെ വായിച്ചേ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ അവിടുന്ന് ചൊരിയും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, കുറേ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഈ മഴ വർഷിക്കപ്പെടുന്നത് പോലെ വർഷിക്കപ്പെടാൻ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? 1, ദൈവവചനം ശ്രവിക്കുക. 2, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അതിൽ എഴുതിയിരിക്കുന്നത് പോലെ പാലിക്കാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഈ അനുഗ്രഹങ്ങളൊക്കെയും അവിടുന്ന് നിന്റെ മേൽ ചൊരിയും. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് 3ഉം 4ഉം വാക്യങ്ങൾ. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. 3ാമത്തെ വാക്യം, നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായി. നഗരത്തിലും വയലിലും എന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ കടലിലും കരയിലും നീ അനുഗ്രഹീതനായിരിക്കും.
മീൻ പിടിക്കാൻ വേണ്ടി വള്ളവുമായിട്ട് വലയിൽ കടലിലേക്ക് ഇറങ്ങിയാൽ നിറച്ചും മീനും കൊണ്ട് വന്ന് 100-ൻ്റെയും 500-ൻ്റെയും നോട്ടുകളെല്ലാം അടുക്കി മേടിക്കാം. പ്രൈസ് ദി ലോർഡ്. 1000-ൻ്റെയും ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം ശ്രവിച്ചാൽ, വചനം അനുസരിച്ച് പാലിക്കാൻ ശ്രദ്ധിച്ചാൽ, ഇല്ലെങ്കിൽ എന്താ കാര്യം എന്നുള്ള കാര്യം ഞാൻ പറയണ്ട, നിങ്ങളുടെ അനുഭവം ഓർത്താൽ മതി. 20 അളവ് കൂട്ടിയിരുന്നുള്ളത് ചിലപ്പോൾ 10 അളവേ കാണാനുള്ളൂ. നിങ്ങൾ ഏറെ തേടി ലഭിച്ചത് അല്പം മാത്രം, ലഭിച്ചത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. 10, 20, 30 വർഷമായിട്ട് ഒരു 5 പൈസയുടെ മേൽഗതി ഇല്ലാതിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. ലഭിക്കുന്നത് മുഴുവൻ ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി തന്നെ. അതായത് നമ്മളൊരു സഞ്ചി എടുക്കുക, സഞ്ചിയുടെ അടിഭാഗം മുഴുവൻ കത്രിക കൊണ്ട് വെട്ടിക്കളയുക, എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി സഞ്ചിക്കകത്തേക്ക് ഇടുക, എന്നിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരിക. വീട്ടിൽ വരുമ്പോൾ എന്ത് ബാക്കിയുണ്ടാവും? ഇതുപോലെ ഇരിക്കും നിങ്ങളുടെ മക്കൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം പോക്കറ്റിലെ പൈസ. ഇതുപോലെ ഇരിക്കും നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ച് 10 വർഷം 15 വർഷമൊക്കെ കടലിൽ അധ്വാനിച്ച്, കരയിൽ അധ്വാനിച്ച്, ബിസിനസ്സിൽ അധ്വാനിച്ച്, വണ്ടിയിൽ അധ്വാനിച്ച്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത്, ബിസിനസ് ചെയ്ത്, ഫാക്ടറി നടത്തി, തൊഴിൽശാലകൾ നടത്തി, ഓരോന്നും നടത്തി, അവസാനം കുടുംബത്തിൽ വരുമ്പം ഈ വെട്ടിയ സഞ്ചിക്കുള്ളിൽ വാങ്ങിച്ചിട്ട് വന്ന സാധനത്തെ തിരയണത് പോലെ ഇരിക്കും. ഒരു പൈസ നീക്കി ബാക്കി ഉണ്ടായില്ല. അധ്വാനത്തിന് കുറവില്ല, കഠിനാധ്വാനത്തിന് കുറവില്ല, ഉത്സാഹത്തിന് കുറവില്ല, സാമർത്ഥ്യത്തിന് കുറവില്ല, ആരോഗ്യത്തിന് കുറവില്ല, ഓട്ടത്തിനും ചാട്ടത്തിനും കുറവില്ല. പക്ഷെ നീക്ക് ബാക്കിയില്ല. ഇതുകൊണ്ട് ഗുണപ്പെടുന്നില്ല കുടുംബത്തിന്. 28-ാം അധ്യായത്തിൽ 3-4 വാക്കുകൾ വായിക്കുന്നത് എങ്ങനെയാണ്? നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. അടുത്ത് വായിച്ചു നോക്കിയേ. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, കുടുംബത്തിൽ എന്തുണ്ട്? ഒരു ജീപ്പ് ഉണ്ടെങ്കിൽ ആ ജീപ്പ് വഴി നിനക്ക് ഉയർച്ചയുണ്ടാവും. ഒരു ചെറിയ പെട്ടിപ്പീടി ഉണ്ടെങ്കിൽ ആ പെട്ടിപ്പീടിക വഴി നിനക്ക് വലിയ അനുഗ്രഹം ഉണ്ടാവും. ഒരു ചെറിയ പഴയ വല എവിടെയെങ്കിലും കിടന്ന് കിട്ടിയൊരു വലയായാലും മതി, ഒരു പഴയ വലയുണ്ടെങ്കിൽ അതുമായിട്ട് നീ കടലിലേക്ക് പോയി ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, നിനക്ക് വലിയ അനുഗ്രഹം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള സാധനത്തിൻ്റെ മികവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം ഉയർച്ചയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ. 5-ാമത്തെ 6-ാമത്തെ വാക്യം വീണ്ടും പറയാണ്, ദൈവവചനം ശ്രവിച്ചാൽ. 5-ാമത്തെ 6-ാമത്തെ വാക്യം, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ചോറ് വെക്കണ അലുമിനി പാത്രവും ആ മീൻകറി വെക്കണ ചട്ടിയും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കൂട്ടത്തിൽ ആ ഉറി ഉണ്ടെങ്കിൽ ഉറിയും എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ മാവ് കുഴയ്ക്കുന്ന കലവും മീൻ വെക്കണ ചട്ടിയും അരി വെക്കണ പാത്രവും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. കുട്ടികളെ എവിടെയാ? കുട്ടികളില്ലേ? ഇപ്പോൾ കുട്ടികളെ, അച്ഛനൊരു രാജ്യത്ത് ചെന്നപ്പോൾ, സുവിശേഷ വരയ്ക്ക് ചെന്നപ്പോൾ, ഇതാ ഈ കുട്ടികൾ ഇരിക്കുന്ന മാതിരി ഏറ്റവും ഫ്രണ്ടിൽ 10-45 വയസ്സുള്ള 10-50 വയസ്സിന് താഴെയുള്ള ഒരു വലിയ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുക. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് ധ്യാനം. അപ്പോൾ ആ ചേട്ടൻ രാവിലെ ഞങ്ങളൊരു 8 മണിക്കുള്ള ധ്യാനത്തിന് 7:30 ആകുമ്പോൾ എത്തുമ്പോഴും ചേട്ടൻ അവിടെ ഉണ്ടാവും. 8 മണിക്ക് ധ്യാനം തീർന്നാൽ 5 മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ചേട്ടൻ പോകും. അത്രയും നല്ല ചേട്ടൻ. അങ്ങനെ ആ ചേട്ടൻ അവിടെ ഇരിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ആ ചേട്ടനോട് വളരെ വലിയ റെസ്പെക്റ്റ് തോന്നി. ഒരു കാര്യത്തിന് വേണ്ടി ചേട്ടൻ എഴുന്നേറ്റ് പോയാല, തുടങ്ങിയാൽ തീരുന്നത് വരെ ശ്രദ്ധയോടെ ചേട്ടൻ അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവസാന ദിവസം ഞാൻ ആ ചേട്ടനെ നോക്കി. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനോടൊരു റിക്വസ്റ്റ് ചെയ്താൽ അച്ഛൻ അനുവദിക്കണം, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണം. ഞാൻ പറഞ്ഞു, വികാരിയച്ഛനാണ് ഫുഡിൻ്റെ ചുമതല, വികാരിയച്ഛൻ ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ദയവ് ചെയ്ത് സമ്മതിക്കണം, ഞാനും കൂടെ കൂടി സമ്മതിച്ചിട്ടുള്ളതാണ്, അച്ഛൻ വന്നില്ലെങ്കിൽ എല്ലാം വെറുതെ ആവും, അതുകൊണ്ട് അച്ഛനും കൂടെ വന്നാലാണ് ആ ഫങ്ഷൻ ഒരു ഗമയാവുള്ളൂ, അതുകൊണ്ട് അച്ഛനും കൂടെ വരണം. ഞാൻ പറഞ്ഞു ശരി വരാം. അങ്ങനെ ഞങ്ങൾ ടീം പ്രയർ എല്ലാം കഴിഞ്ഞ് 9:30-10 മണിയായപ്പം ഭക്ഷണത്തിന് വേണ്ടി പോകാൻ വേണ്ടി പള്ളിക്കുന്ന പുറത്തേക്ക് ഇറങ്ങിയപ്പം ഈ ചേട്ടൻ വലിയ ഒരു വണ്ടിയുമായിട്ട് ഇതാ വന്നിരിക്കുകയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ വലിപ്പമല്ല, 50 ലക്ഷം 70 ലക്ഷം വിലയുള്ളൊരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്.
70 ലക്ഷം ആണെങ്കിൽ ഇവിടെ ഒരു തീവണ്ടി വാങ്ങാമെന്നാണ് ഞാൻ വന്ന് വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും വിലപിടിപ്പുള്ളൊരു വണ്ടിയായിട്ട് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടൻ വന്നിരിക്കുകയാണ്. ഞാൻ എന്നെ വികാരിച്ചിനെ കൂടെ കൂടി ധ്യാനിപ്പിക്കുന്ന ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വണ്ടി കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഗംഭീര വണ്ടി കാണുന്നത്. ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ വണ്ടിക്ക് ഏതാണ്ട് എന്ത് വില വരും? അപ്പോൾ ചേട്ടനൊരു നല്ല വില പറഞ്ഞു. ഞാൻ വില എത്രയാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്, അപ്പോൾ ചേട്ടൻ പറയാണ് ഇത് സൺഡേ ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു. ഇന്ന് വേറെ ഒന്നിനും ഇത് എടുക്കില്ല, മാർക്കറ്റിൽ പോയത് എടുക്കില്ല, ഓഫീസിൽ പോയത് എടുക്കില്ല, ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് മന്ത്രീനെ കാണുമ്പോൾ ഇതെടുക്കില്ല. ഇത് കുർബാനയ്ക്ക് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന സൺഡേ സർവീസിനുള്ള വണ്ടിയാണ്, കർത്താവിൻ്റെ കാര്യങ്ങൾക്കുള്ള വണ്ടിയാണ് ഈ വണ്ടി. ഞാൻ ഒന്നും വണ്ടിയിൽ എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഒറ്റ വണ്ടിയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു സംവിധാനം ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞ സാരമില്ല, ഇങ്ങനെ ഇരുന്ന് കൊണ്ടാതിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അതാ വലിയ വേറൊരു വണ്ടി കിടക്കണം. ഞാൻ ചേട്ടാ ആ വണ്ടിയോ? അത് ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓക്കെ കുഴപ്പമില്ല. അതിനും 50 ലക്ഷത്തിനൊക്കെ മുകളിൽ നല്ല വിലയുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിരനിരയായിട്ട് വണ്ടികൾ കിടക്കണം. അത് സർവൻസിന് കൊടുത്തിരിക്കുന്ന വണ്ടിയാണെന്ന് പറഞ്ഞു. അതും 10-25 ലക്ഷം 18 ലക്ഷം 20 ലക്ഷത്തിന് 25 വലിയ വലിയ വണ്ടികളാണ്. ഇത്രയെല്ലാം കണ്ടപ്പോൾ ഞാൻ പിന്നെ അധികം ചോദിക്കാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഊണ് കഴിക്കുന്ന ഒരു കാര്യം അറിഞ്ഞിട്ട് വേണം ഊണ് കഴിക്കാൻ. ഇതിനെല്ലാം വരുമാനം എവിടെ നിന്നാന്ന് ചോദിച്ചു. വല്ല കള്ളക്കടത്തോ വല്ല മാഫിയ വല്ല ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഊണ് കഴിക്കാതെ പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഉള്ളത് തുറന്ന് പറയണം. ഇത് നിയമാനുസൃതമായുള്ള പണമാണോ അതോ കള്ളത്തരമോ മാഫിയ വല്ല സംഘത്തിലെ വല്ല മാഫിയ വല്ല ആണോ? തുറന്ന് പറയൂ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോഴാ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ്റെ മുമ്പിൽ എൻ്റെ ജീവിത കഥ പറയാൻ എനിക്ക് മടിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അൺസ്കിൽഡ് ലേബറായിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നൊക്കെ 10ാം ക്ലാസ് തോറ്റവർ ഗൾഫ് രാജ്യങ്ങൾക്ക് പോകില്ലേ? എന്തിനാണ് പോണത്? 10ാം ക്ലാസ് തോറ്റവർ ക്വാളിഫൈഡ് അല്ല. അപ്പോൾ അവിടെ പോയി കളയ്ക്കാനോ പാത്രം കഴുകാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വീട് നോക്കാനോ പൂട്ടാനോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വലിയ സ്കിൽഡ് ലേബർ അല്ലാത്തവർ, ക്വാളിഫൈഡ് അല്ലാത്തവർ ഇങ്ങനെ ചെറിയ ചെറിയ പണിക്ക് അടുക്കള പണിക്കൊക്കെ പോകും. അപ്പോൾ അതേമാതിരി പറമ്പ് കളയ്ക്കാൻ വേണ്ടി പോയ ഒരു ചേട്ടനാണ് ഈ ചേട്ടൻ. അൺസ്കിൽഡ് ലേബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അൺസ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് അല്ല, 10ാം ക്ലാസ് തോറ്റ് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളെന്നാണ് അതിൻ്റെ അർത്ഥം. വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലെത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പോൺസർ അറബി അദ്ദേഹത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തിന് പറമ്പിൽ കളയാൻ മരുഭൂമിയിലെ ചൂടെന്ന്, ഗൾഫിലാണ്, മരുഭൂമിയിലെ ചൂടെന്ന് പറഞ്ഞാൽ വളരെ വലിയ ചൂടായതുകൊണ്ട് ആരോഗ്യം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് സ്പോൺസർ അറബി ഒരു നല്ല അറബി ആയതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞെന്നാൽ ഒരു പെട്ടിക്കടയെ വല്ല ഇട്ട് തണൽ തിരുന്നോളാൻ പറഞ്ഞ് ഒരു പെട്ടിക്കട ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ച്. അങ്ങനെ പെട്ടിക്കട ഇട്ടിരിക്കുന്ന സമയത്താണ് ഇതേമാതിരി ഒരു ധ്യാനം അവിടെ ഉണ്ടായി. ധ്യാനത്തിൽ ധ്യാനഗുരു അച്ഛൻ പ്രത്യേകം പറഞ്ഞു, ധ്യാനഗുരു അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വഴി വേറെ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടവന്നാൽ നിങ്ങളുടെ ആത്മാവ് തീ നരകത്തിൽ കിടക്കും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല. വീണ്ടും ധ്യാനഗുരു അച്ഛൻ വിശദീകരിച്ചു, നിങ്ങൾ പുകവലിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വഴി ഈ ഭൂമിയിൽ ആരെങ്കിലും പുകവലിക്കാൻ ഇടവന്നാൽ നിങ്ങളുടെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ കടന്ന് വെന്ത് നീറി വേദന സഹിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ മദ്യപിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വേറെ ആർക്കെങ്കിലും മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങൾ വഴി നിങ്ങളുടെ കുടുംബത്തിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ മദ്യം കഴിക്കാൻ ഇടവന്നോ? നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു പാപഹേതുവാണ്. ഈ ചെറിയവൻ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആര് തന്നെയാണെങ്കിലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. അവൻ നിത്യ നരകാഗ്നിയിൽ നിബദിക്കും. മാറ്റമില്ലാത്ത വചനങ്ങൾ. ആ വചനം പ്രസംഗിച്ച അച്ഛൻ അവിടെ പ്രസംഗിച്ച്. ഇത് കേട്ടപ്പോൾ ഈ ചേട്ടൻ കിടിലം കൊണ്ട്, ഈ ചേട്ടൻ്റെ പെട്ടിക്കടയിലുള്ളത് പുകവലി വസ്തുക്കളാണ്, ടുബാക്കോ ഉൽപ്പന്നങ്ങളാണ്, പുകവലി വസ്തുക്കൾ, ഹാൻസ്, പാൻപരാഗ്, പിന്നെ ഇങ്ങനെ ചില ലഹരിയുള്ള വേറെ ചില പാനീയങ്ങൾ, ഇതൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പാനീയങ്ങളെല്ലാം കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്ന ഈ ചേട്ടൻ പറഞ്ഞു, ധ്യാനം കൂടിയിട്ട് വന്ന് പറഞ്ഞു, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. എൻ്റെ പെട്ടിക്കടയുള്ള സാധനമല്ല ഇതാ, അത് ഒഴിവാക്കി പിന്നെ പഴവും പച്ചവെള്ളം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനത്തെയുള്ള പാപവസ്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഈ പഴവും പച്ചവെള്ളം വാങ്ങാൻ വേണ്ടി കടയിൽ വരുമെന്ന് തോന്നുന്നില്ല. ആളുകൾ വരുന്നത് ഇങ്ങനെയുള്ള ഇച്ചിരി വീര്യമുള്ള സാധനം വാങ്ങാൻ വേണ്ടി. ഇച്ചിരി ബ്ലാക്ക് സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2ാം ദിവസം വചനം കേട്ട് ആ ചേട്ടനൊരു തീരുമാനം എടുത്ത്, എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടയിലുള്ള പുകവലി ഉൽപ്പന്നങ്ങൾ, ടുബാക്കോ ഉൽപ്പന്നങ്ങൾ, പാപവസ്തുക്കളെല്ലാം കൂട്ടിയിട്ട് തീയിട്ട് അങ്ങോട്ട് കത്തിച്ച്.
അതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പഴവും പച്ചവെള്ളവും മാത്രം അവശേഷിച്ച്, കുറച്ച് മിഠായിയും ചോക്ലേറ്റുകളും. അതൊന്നും മേടിക്കാൻ ആളുകൾ വരില്ല സഹോദരങ്ങളെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആളുകൾ തീരെ ഇല്ലാതായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കട പൂട്ടേണ്ടി വന്നു. ധ്യാനം കൂടി. അവസാനം ഈ ചേട്ടൻ പറഞ്ഞ് വരുമാനം ഇല്ലാതായി മാറി. അങ്ങനെ ആ ചേട്ടൻ കഷ്ടപ്പെട്ടിരിക്കുക. എന്നാലും ചേട്ടനൊരു തീരുമാനം എടുത്തു, ഞാൻ പാപമാർഗത്തിൽ പണം ഉണ്ടാക്കി ജീവിക്കുന്നതിലും ഭേദം പാപം ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്നങ്ങനെ മരിച്ചോട്ടെ തീരുമാനമെടുത്ത്. ഒരു മാസം കഷ്ടിച്ച് അങ്ങനെ പട്ടിണിയിലൂടെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അറബി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഇവിടെ ജോലി, കടയൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോൾ വരുമാനം എന്താ ഉള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവവചനം കേട്ടു. ഞങ്ങളോട് വചനം പ്രസംഗിച്ച ദൈവത്തിൻ്റെ ദാസൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ വഴി ഈ ഭൂമിയിൽ വേറൊരാൾ പാപം ചെയ്യാൻ ഇടവരരുത് എന്ന് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പെട്ടിക്കടയിൽ ഒരുപാട് സാധനങ്ങൾ പാപകരമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതെടുത്ത് കത്തിച്ച് കളഞ്ഞ് ഇപ്പോൾ ഞാനിങ്ങനെ വരുമാനം ഇല്ലാതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ ദൈവം എന്നെ നോക്കും എന്നുള്ള ഒരാഗ്രഹവും ഒരാശയവും ഒരു അഭിപ്രായവും ഈ ചേട്ടൻ പ്രകടിപ്പിച്ചു. എന്തായാലും അറബി പോയി. പിറ്റേ ദിവസം വന്നിട്ട് ഈ ചേട്ടനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, എനിക്കൊരു സൂപ്പർ മാർക്കറ്റുണ്ട്, ആ സൂപ്പർ മാർക്കറ്റിൽ വെറുതെ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നോളാൻ പറഞ്ഞു. അത് പാപം ചെയ്യേണ്ട കാര്യമില്ല, എടുത്തു കൊടുത്താൽ മതി. അങ്ങനെ ആ കടയിൽ മിഠായി എടുത്തു കൊടുക്കാനും പിണ്ണാക്ക് എടുത്തു കൊടുക്കാനും, പിണ്ണാക്കല്ല അവിടുത്തെ സാധനങ്ങൾ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ നിന്നു. ഒരു 500 റിയാൽ 400 റിയാലൊക്കെ ശമ്പളം കൊടുത്തിട്ടുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അറബിക്ക് ഓരോ ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഈ ചേട്ടനെ കാണുമ്പോൾ റെസ്പെക്റ്റ് കൂടുക. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഇദ്ദേഹത്തിൻ്റെ ജോലികളും കാണുമ്പോൾ ഈ അറബിക്ക് ഈ ചേട്ടനോടുള്ള റെസ്പെക്റ്റ് കൂടി വരിക. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ അറബി വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ സാധനം ഒന്നും എടുത്ത് കൊടുക്കണ്ട, പകരം എൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിൽ ഒരു മാനേജർ പോസ്റ്റിൽ അവിടെ ഇരുന്നോ, വെറുതെ അവിടെ ഇരുന്നാൽ മതി, മൊത്തം ഒന്ന് ഓവറോൾ നോട്ടം നോക്കി അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. വേറൊരാളുണ്ട്, കാര്യങ്ങൾ നടത്തുന്ന ഒരാളുണ്ട്, അദ്ദേഹം വെറുതെ അവിടെ ഇരുന്നാൽ മതി, മൊത്തം ഒരു ഓവറോൾ നോക്കി ഇവിടെ ഇരുന്നാൽ മതി, നിങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ എൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിന് ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ് ഈ അറബി ഇദ്ദേഹത്തിനൊരു മാനേജർ പോസ്റ്റ്, അഡീഷണൽ മാനേജർ എന്നുള്ള പോസ്റ്റ് കൊടുത്ത് അവിടെ 1000 റിയാലോ 1200 റിയാലോ ശമ്പളം അങ്ങോട്ട് കൂട്ടി. പ്രിയപ്പെട്ട സഹോദരൻ, 1200 റിയാൽ എന്ന് പറഞ്ഞാൽ 125 ഉറുപ്പിയെ പറ്റിയായിരുന്നു അന്ന് ഒരു റിയാലിന്. ഒമാൻ റിയാലോ എന്താണെന്ന് തോന്നണം. അപ്പോൾ 1000 എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ മുകളിൽ ശമ്പളമായി ആൾക്ക്, ഇഷ്ടം പോലെ കാശ്, അദ്ദേഹത്തിന് സമൃദ്ധിയായി. അപ്പോഴും അദ്ദേഹം എപ്പോഴും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, എല്ലാ ധ്യാനങ്ങൾക്കും പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് തോന്നി ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇദ്ദേഹത്തിന് സ്വന്തം ചെറിയ വിധത്തിലിട്ടാലോ എന്നൊരു തോന്നൽ. അങ്ങനെ അറബിയോട് പറഞ്ഞു. അറബി പറഞ്ഞു, നല്ല കാര്യമാണ്, ഞാൻ അവിടെ എല്ലാ ഏർപ്പാടും ചെയ്യാമെന്ന് പറഞ്ഞു. പേപ്പർ വർക്കുകളെല്ലാം അറബി ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ ചേട്ടനൊരു ഷോപ്പ് ആ കടയിൽ, ആ നാട്ടിൽ, ആ പട്ടണത്തിലിട്ടു. ദൈവം അനുഗ്രഹിച്ചു. ആ ഷോപ്പ് വളരെ നല്ല വിധത്തിൽ ഉയർന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറൊരു ഷോപ്പ് ഇടാൻ തോന്നി, ആ ഷോപ്പ് കിട്ടു, അത് നല്ല വിധത്തിൽ. ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിന് നിരവധി ഷോപ്പുകളും ഈ കേരളത്തിൽ നിന്ന് തന്നെ 100-200 ആളുകൾ അദ്ദേഹം പണിക്കായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 5-8 വർഷമായുള്ളൂ. പെട്ടെന്ന് അദ്ദേഹം ആ ദേശത്ത് അങ്ങോട്ട് വളർന്നു. അതുപോലെ ആ അറബിയും നന്നായിട്ട് അങ്ങോട്ട് വളർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇന്ന് അദ്ദേഹം ആ പട്ടണത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിക്കുമ്പോൾ ഈ അറബീനെയും ഈ ചേട്ടനെയും വിളിക്കും. അവർ അത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായി ഈ മനുഷ്യൻ ആ പട്ടണത്തിൽ മാറി. അദ്ദേഹം പറയുകയാണ്, അച്ഛാ 10ാം ക്ലാസ് പോലും എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് ലേബറർ എന്ന നിലയിൽ പറമ്പ് കളയ്ക്കാൻ വേണ്ടി ഞാൻ ഈ നാട്ടിൽ വന്നതാണ്. എന്നിട്ട് ഒരു പെട്ടിക്കട വെച്ചിട്ട് അതുപോലും നല്ല വിധത്തിൽ മാനേജ് ചെയ്യാൻ പറ്റാതെ തകർന്ന് തവിടുപൊടിയായ ഒരു മനുഷ്യനാണ് ഞാൻ. ഇതാണ് എൻ്റെ കഴിവ്. എന്നാൽ ആ വചനം പ്രസംഗിച്ച അച്ഛൻ പറഞ്ഞ വചനം ഞാൻ അന്ന് കേട്ടു. അതെൻ്റെ ജീവിതത്തിന് രക്ഷയായി മാറി. അവിടുന്ന് ഇങ്ങോട്ട് എന്ന് ഞാൻ ആ വചനം കേട്ടോ, എന്ന് ഞാൻ ആ വചനം സ്വീകരിച്ചോ, അവിടുന്ന് ഇങ്ങോട്ട് അടിക്കടി ഉയർച്ചയല്ലാതെ പിന്നെ എനിക്ക് ഒരു തകർച്ചയുണ്ടായിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അച്ഛൻ്റെ ധ്യാനം വന്നപ്പോൾ രാവിലെ 8 മണിക്ക് ധ്യാനം തുടങ്ങി 7:30 ഞാൻ അവിടെ വന്നിരിക്കും. രാത്രി 8 മണിക്ക് തീർന്നാൽ അരമണിക്കൂർ ഞാൻ അവിടെ ഇരിക്കും, എന്നിട്ടേ പോരുള്ളൂ. കാരണം എൻ്റെ ദൈവത്തോടുള്ള പ്രതിനന്ദിയാണത്. എൻ്റെ മരണം വരെ എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ അങ്ങനെ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ 100 കണക്കിന് സർവൻസ്
പിന്നെ ആ സെർവൻസ് വാഹനത്തിൽ കൊണ്ടുവന്ന് ഒമാൻ്റെ പല ഭാഗങ്ങളിലൂടെ ഇത് വിതരണം ചെയ്യുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് വലിയ ഷോപ്പിലൊക്കെ അതിനുള്ള സെർവൻസ്, അതിനുള്ള സെയിൽസ്മാൻമാരും, അതുപോലെ തന്നെ അതിൻ്റെ ഓഡിറ്റിങ്ങുകൾ, കാര്യങ്ങൾ, സാമ്പത്തികമായ കാഷ് അതിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ അതൊന്നും നോക്കാതെ ചേട്ടൻ ഇവിടെ വന്നിരുന്നാൽ ആളുകൾക്ക് പണം തട്ടിച്ചും വെട്ടിച്ചും കൊണ്ടുപോകില്ലേ, പറ്റിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറയണത്, അച്ഛാ, ഞാൻ എൻ്റെ പട്ടണത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ, ദൈവവചന ശുശ്രൂഷ എൻ്റെ പട്ടണത്തിൽ നടക്കുമ്പോൾ ഞാൻ അതിൽ പോയി സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ട് എൻ്റെ ഹൃദയവും ആത്മാവും നിറയ്ക്കുന്നതിന് പകരം ഞാൻ എൻ്റെ ഈ ഷോപ്പ് നോക്കി, എൻ്റെ പണിക്കാരെ നോക്കി ഞാൻ ഇവിടെ ഇരുന്നാൽ എൻ്റെ ബിസിനസ് സ്ഥാപനം അധികം താമസിയാതെ തകരുമെന്ന് എനിക്കറിയാച്ചാ. എൻ്റെ ബിസിനസ് സ്ഥാപനം നോക്കേണ്ടത്, വളർത്തുന്നത്, നടത്തുന്നത് ഞാനല്ല, എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണ്, വചനശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പം എൻ്റെ ദൈവം എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെ നല്ല വിധത്തിൽ നടത്തും, ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ അന്ന് രാത്രി ഞങ്ങളെ ഭവനത്തിൽ സ്വീകരിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ ഞാൻ എൻ്റെ വള്ളം നോക്കട്ടെ, എൻ്റെ വല ശരിയാക്കട്ടെ, ഞാൻ എൻ്റെ ഷോപ്പ് ശരിയാക്കട്ടെ, എൻ്റെ വീടിൻ്റെ കോടി ശരിയാക്കട്ടെ, ഞാൻ എൻ്റെ പറമ്പിൻ്റെ മൂല ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പറമ്പ് നോക്കി, വീടും നോക്കി, ഷോപ്പും നോക്കി, വലയും നോക്കി, വള്ളവും നോക്കി, അവിടെ ഇവിടെയും ആ മുക്കിലും ഈ മുക്കിലും ആ മൂലയിലും ഈ മൂലയിലും ഇരുന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മരച്ചില്ലകൾ ഉണങ്ങി ദ്രവിച്ച് നിലം പറ്റി നിലത്ത് വീഴുന്നു, സ്ത്രീകൾ അതെടുത്ത് കത്തിച്ചു കളയുന്നു. വിവേകം കെട്ട ജനമാണിത്. അവരുടെ സൃഷ്ടാവിന് അവരെക്കുറിച്ച് പ്രസാദമില്ല, അവരുടെ പ്രാർത്ഥനകളിൽ അവിടുന്ന് ചെവി ചായ്ക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഉണങ്ങി ദ്രവിച്ച് നിലത്ത് വീഴുന്ന ചെതുക്ക് മരക്കമ്പ് പോലെ ഈ അഴീക്കൽ ദേശത്ത് നിൻ്റെ വംശം, നിൻ്റെ കുടുംബം ദ്രവിച്ച് ക്ഷയിച്ച് ഇല്ലാതായി പോകുമെന്നല്ലേ ഈ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്? മരത്തിൻ്റെ മുകളിൽ നിന്ന് ഉണങ്ങി ദ്രവിച്ച മരക്കമ്പുകൾ ദ്രവിച്ച് നിലത്ത് വീഴുന്നു, സ്ത്രീകൾ അതെടുത്ത് അടുപ്പിലിട്ട് കത്തിച്ചു കളയുന്നു. ഏതെങ്കിലും ആസക്തിയിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായി ഇതിലെ നശിച്ചു പോകുന്നൊരു ജീവിതമായി മാറാതിരിക്കാൻ, ഏതെങ്കിലും ഒരു തിന്മയിൽ നശിച്ച് ചാമ്പലായി ഇവിടെ ഈ ദേശത്ത് ഈ ചീഞ്ഞളിയുന്ന ഈ തക്കാളിക ചീഞ്ഞു പോണ പോലെ ഇവിടെ കിടന്ന് ചീഞ്ഞ് നശിച്ചു പോകാതിരിക്കാൻ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ഈ രാത്രി വിളിച്ച് പറയാണ്, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനം നീ ശ്രവിക്കണം. നിൻ്റെ കുടുംബത്തിന് അടിത്തറയുണ്ടാകാൻ, നിൻ്റെ ജീവിതത്തിന് അടിത്തറയുണ്ടാകാൻ, അർത്ഥമുണ്ടാകാൻ, നിൻ്റെ ആത്മാവിന് ബലമുണ്ടാകാൻ, നിൻ്റെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉയർച്ച വരണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 11ഉം 12ഉം തിരുലിഖിതങ്ങൾ. അതിൽ 11-ാമത്തെ തിരുലിഖിതം വായിക്കാം. യെശയ്യാ 27:11 തിരുലിഖിതം. മരച്ചില്ലകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു, സ്ത്രീകൾ അത് ശേഖരിച്ച് കത്തിച്ചു കളയുന്നു. വിവേകം കെട്ട ജനം എന്ന് പറഞ്ഞാൽ വചനം ഇല്ലാത്ത ജനമാണിത്. എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ കുടുംബനാഥെ ചിന്തിച്ചു നോക്കിയേ, നിൻ്റെ കുടുംബത്തിൽ എത്ര വചനമുണ്ട്? നിൻ്റെ ഹൃദയത്തിൽ എത്ര വചനമുണ്ട്? നിൻ്റെ മക്കളുടെ ഹൃദയത്തിൽ എത്ര വചനമുണ്ട്? നിൻ്റെ കുടുംബത്തിൽ വചനത്തിന് എന്ത് സ്ഥാനമുണ്ട്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വിവേകം കെട്ട ജനമാണിത്. അതുകൊണ്ട് അവരുടെ സ്രഷ്ടാവിന് അവരിൽ കാരുണ്യമില്ല, അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല. നമ്മൾ എന്ത് ചെയ്താലും ഒരു കാര്യത്തിന് ഒരു നിറവ് വരാത്ത എന്തുകൊണ്ടാണ്? അവരുടെ സ്രഷ്ടാവിന് മനപ്രസാദമില്ല. ഓർക്കുമ്പോൾ ഒരു സന്തോഷം വേണ്ടേ? ഒരപ്പനായ ഒരു അമ്മയായ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല നിറവോടെ സന്തോഷത്തോടെ ഓർക്കുന്ന മക്കളുണ്ട്, അല്ലാതെ വേദനയോടെ ഓർക്കുന്ന മക്കളുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ സ്രഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല, അവർക്ക് രൂപം നൽകിയവന് അവരുടെ മേൽ പ്രസാദമില്ല. എന്താ കാരണം? വചനമില്ല. വിവേകം കെട്ട ജനം, വചനം അറ്റുപോയ കുടുംബമാണത്. വചനം അറ്റുപോയ ഹൃദയമാണത്. ആ ഹൃദയത്തിൽ, കുട്ടി, നിന്റെ ഹൃദയത്തെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സിനിമയുടെ പേര് പറഞ്ഞ 10 സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ നീ നല്ല വെള്ളം പോലെ 10 പറയും. സിനിമാ നടന്മാരുടെ പേര് പറഞ്ഞാൽ നീ പച്ചവെള്ളം പോലെ 10 പേര് പറയും. 10 ദൈവവചനം പറയാൻ പറ്റുമോ? ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ. ഇത്രയും കാലമുണ്ട്, വചനത്തിന് എന്ത് സ്ഥാനം കൊടുത്ത്? കുടുംബത്തിൽ വചനത്തിന് എന്ത് സ്ഥാനമുണ്ട്?
അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഉന്നതനായവൻ്റെ വചനം തിരസ്കരിച്ചിരിക്കുന്നതിനാൽ നിങ്ങളെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. ഓരോ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ, ഓരോ അപേക്ഷ കൊടുക്കുമ്പം, ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എത്രമാത്രം വചനത്തെ തിരസ്കരിച്ചോ അത്രത്തോളം തിരസ്കരണം നിങ്ങളുടെ മക്കൾ ആ ഇൻ്റർവ്യൂവിൽ അനുഭവിക്കും. കാരണം സ്രഷ്ടാവിന് പ്രസാദമില്ലാത്ത ജനക്കൂട്ടമാണിത്. എന്താ സ്രഷ്ടാവിന് പ്രസാദമില്ലാതിരിക്കാൻ കാരണം? പ്രാർത്ഥന കുറവില്ല, പല കാര്യങ്ങളിലും കുറവില്ല, ദൈവവചനത്തോട് താല്പര്യമില്ലാത്ത ജനമാണിത്. ദൈവവചനത്തിൻ്റെ വില അറിയാത്ത ജനമാണിത്. ദൈവവചനം തലമുറകളായി ദൈവവചനം അവഗണിച്ചതിൻ്റെ ഉത്തരിപ്പ് കടം പേറുന്ന കുടുംബങ്ങളാണിത്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ വിജയ് ഐസക് അച്ഛൻ നല്ല പന്തൽ നോക്കിയൊരു കല്യാണ പന്തൽ മാതിരിയല്ല ഇട്ടിരിക്കുന്നത്. ഇതിനൊക്കെ നല്ല ചിലവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ഇരുമ്പിൻ്റെ തൂണുകളും, കാറ്റ് വന്നാലും വീഴാത്ത ഇരുമ്പിൻ്റെ തൂണുകളും, അതുപോലെ നല്ല പന്തലും, അച്ഛൻ്റെ മനസ്സിൽ നല്ലൊരു സ്റ്റേജും നല്ലൊരു സൗണ്ടും അത്യാവശ്യം വെളിച്ചവും. ചില സ്ഥലത്തൊക്കെ പോയാൽ വെളിച്ചമില്ല, വെട്ടവുമില്ല, ഒരു പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. എന്താ? ഇത് സാധാരണ ഒരു കല്യാണമാണെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി, ഒരു പാർട്ടി മീറ്റിംഗ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി, ഇത് ഒരു യുവജനോത്സവമാണെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി. എന്നാൽ എനിക്ക് ജീവനും ജീവിതവും നൽകിയ, എനിക്ക് തിരുപ്പട്ടം നൽകിയ, എൻ്റെ ജീവിതത്തിന് അർത്ഥവും ഭാവവും നൽകുന്ന എൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ എൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്കുള്ള പന്തലായി ഒരുങ്ങണത്. അതുകൊണ്ട് നല്ല വിധത്തിൽ ഒരുങ്ങണം, നന്നായിട്ട് പൈസ മുടക്കണം, നന്നായിട്ട് ഫാനൊക്കെ ഇടണം, നന്നായിട്ട് ആളുകൾ കാണാവുന്നത് ഉയരം വേണം, ആ സ്റ്റേജൊക്കെ നന്നായിരിക്കണം, കാർപ്പറ്റ് വിരിക്കണം, അവിടെ എല്ലാം നന്നായിട്ട് വെക്കണം, മാതാവ് വേണം, ഫ്രാൻസിസ് സേവിയർ വേണം, യോസേപ്പ് പിതാവ് വേണം. ഓരോന്നിനെക്കുറിച്ച് നിഷ്കർഷയോടെ ആ അച്ഛനും കൈക്കാരന്മാരും ടീമംഗങ്ങളും ദിവസങ്ങളോളം നിന്ന് ചിന്തിച്ചു, പല കമ്മിറ്റികൾ കൂടി പ്രാർത്ഥിച്ചു. അതിന് വലിയ സ്ഥാനം കൊടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു അനുഗ്രഹ ഇടവകയിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലും ദൈവവചനത്തിന് സ്ഥാനം കൊടുത്താൽ അതിൻ്റെ ഒരു അനുഗ്രഹം കുടുംബത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത് പല ക്രിസ്ത്യാനികൾക്കും അറിയാൻ പാടില്ല, പല ക്രിസ്ത്യാനികളും അറിയാൻ പാടില്ല. മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് എന്ന് പറഞ്ഞാൽ, മാർത്തോമ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമില്ല കേരളത്തിൽ അല്ലേ? അവർക്കിതറിയാം. മാർത്തോമക്കാരെന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, അവർക്ക് ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് നന്നായിട്ട് അറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച അതിരമ്പുഴയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിരമ്പുഴയിലെ വികാരിച്ചൻ സ്റ്റേജിൽ ഒരു കാര്യം അനൗൺസ് ചെയ്തു. അതിരമ്പുഴയിലെ ഇപ്പോഴത്തെ വികാരിച്ചൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പള്ളിയിലെ വികാരിയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു പള്ളിയിലെ വികാരിയായിരിക്കുന്ന സമയത്ത് ആ അച്ഛന് വളരെ പ്രിയപ്പെട്ട ഒരു വീട് വെഞ്ചരിച്ച്, അങ്ങനെ വീട് വെഞ്ചരിച്ച്, അപ്പൻ അമ്മ 2-3 മക്കളൊക്കെ ഉണ്ട്, നല്ല കുടുംബമാണ്. വീട് വെഞ്ചരിച്ച് അങ്ങനെ ഒരു ദിവസം വീട് വെഞ്ചരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിൽ അപ്പനുമുണ്ട് അമ്മയുണ്ട്, 2 കുട്ടികളുണ്ട്. ഒരു കുട്ടീനെ കാണാനില്ല. ഒരു 7ാം ക്ലാസ്സിൽ 8ൽ പഠിക്കുന്ന ചെറുപ്പക്കാരനെ കുട്ടീനെ കാണാനില്ല. അപ്പോൾ ചോദിച്ചു, ആ മോൻ എവിടെ എന്ന് ചോദിച്ച്. അപ്പോൾ ആ കുടുംബനാഥൻ പറഞ്ഞു, അച്ഛനോട് പറയാനൊരു കാര്യം വിട്ടുപോയി. എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ തൊട്ടടുത്ത മാർത്തോമ വീട്ടിലെ ആ ടീച്ചറും മാഷും കൂടെ വിളിച്ചൊരു ജോലി കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞു. എന്താ ജോലി എന്ന് ചോദിച്ചു. ജോലി ഇതാണ്, അവിടെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് മാർത്തോമക്കാർക്ക്. ആ കുട്ടി കൈക്കുഞ്ഞായി കിടക്കുന്ന കുട്ടിയാണ്. അങ്ങനെ പ്രസവിച്ച് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പോൾ ഈ 8ാം ക്ലാസ്സുകാരൻ കുട്ടി ബൈബിൾ വായിക്കാൻ അറിയാവുന്ന കുട്ടിയാണ്. സ്ഫുടമായിട്ട് നല്ല ഉച്ചത്തിൽ സ്ഫുടമായിട്ട് ഉച്ചരിച്ച് ബൈബിൾ വായിക്കാൻ നല്ല മിടുക്കനായ കുട്ടിയായതുകൊണ്ട് ഇവന് വെക്കേഷൻ കാലത്ത് സമയം കിട്ടുമ്പോഴെല്ലാം ആ വീട്ടിൽ പോയിരുന്ന് ബൈബിൾ തുറന്ന് ഈ വചനം ഉറക്കെ വായിച്ച് ഈ കുട്ടീനെ കേൾപ്പിക്കണം. ഒരു അപ്പോയിൻമെൻറ്റ്, ഒരു അസൈൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണ് ടീച്ചർ. അത് അച്ഛന് അതിശയായി. അങ്ങനെ ഈ ബോധമില്ലാത്തവരുടെ വചനം വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ബോധമുള്ളവരെ കേൾപ്പിച്ചിട്ടേണ്ട കാര്യമില്ല. പിന്നെയാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അച്ഛൻ അതിശയം ഇത് എന്താണെന്നറിയാൻ വേണ്ടി അച്ഛൻ എന്നാൽ നമുക്ക് ആ വീട്ടിൽ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് അച്ഛനും കുടുംബനാഥനും കൂടി ആ വീട്ടിൽ ചെന്നു. അപ്പോൾ ഈ 8ാം ക്ലാസ്സുകാരൻ ആ കുടുംബത്തിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ
ഈ കിടക്കണ ഈ ചെറിയ കുട്ടിയുണ്ടല്ലോ, അതിന് ബോധമൊന്നുമില്ല, 2-3 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതിങ്ങനെ വചനം ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുക. ഉടനെ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ മാഷേ അല്ല ഈ ബോധമില്ലാതെ ഇത്രയും ചെറിയ കുഞ്ഞിനൊക്കെ ഈ വചനം കൊടുക്കുന്നതിനാ, ഇച്ചിരി മുതിർന്നത് ഒരു ആതിർവാനം സ്വീകരിച്ചതിന് ശേഷമൊക്കെ ബൈബിൾ വായിച്ച് കേൾപ്പിച്ചാൽ പോരെ, ഇതിപ്പോൾ കേട്ടിട്ട് മനസ്സിലാകുമല്ലോ, ഒന്നുമില്ല, വെറുതെ ഇതിനെ സമയം കളയണത് എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, ഞങ്ങൾ മാർത്തോമ്മക്കാർ ഈ കേരളത്തിൽ നല്ല ഉയർന്നു നിൽക്കുന്നതിന് കാരണം എന്തെന്ന് അച്ഛനറിയാവോ? ഞങ്ങളുടെ വംശം ദൈവവചനത്തിന് ഒരുപാട് സ്ഥാനം കൊടുക്കുന്നവരാണ്. ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുമ്പോൾ തൊട്ട് തന്നെ വചനങ്ങൾ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ജനിച്ചു കഴിയുമ്പം അതിനെ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കും. അത് വചനത്തിലാണ് വളർന്നു വരണത്. വചനത്തിന് ഒരുപാട് സ്ഥാനം കൊടുക്കുന്ന ഒരു സമുദായമാണ് ഞങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞ് അവരുടെ ആ തിയോളജി അവർ വിശദീകരിച്ചത് അച്ഛനവിടെ അനുസ്മരിച്ചു. അതിനൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ, ദൈവവചനം നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും ഓർമ്മയില്ലെങ്കിലും, നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും, ദൈവവചനം നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വന്ന് സ്പർശിക്കുന്നത്, നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത്, നമ്മുടെ ആ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് തന്നെ അത്ഭുതകരമായ ശക്തിയുണ്ട് എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലെ പല പ്രബോധനങ്ങളിലും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.